ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പട്ടുപാവാടയുടെ കട്ടിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. രണ്ട് മെഷർമെന്റ് ആണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്, ലെങ്ത്തും വെയിസ്റ്റും. അപ്പോൾ നമുക്ക് എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ്, വെയിസ്റ്റ് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ ഇതിന് എത്ര തുണി എടുക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വണ്ണത്തിന് നമുക്കൊരു 3 കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ എനിക്ക് വന്നത് 26 ഇഞ്ചാണ്. അപ്പൊ അതിനെ ഞാൻ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 78 ആണ്. അപ്പൊ ഈ 78 ഇഞ്ചിലാണ് നമ്മുടെ ഈ തുണി കിടക്കുന്നത്. ഇതിന്റെ കൂടെ പ്ലസ് ഒരു 2 ഇഞ്ചും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 80 ഇഞ്ചിലാണ് നമ്മളിപ്പോൾ ഈ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 4ആയിട്ട് മടക്കിയിടുകയാണ്. ഇത് മടക്കിയിട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ഇനി ലെങ്ത് അടയാളപ്പെടുത്താൻ പോവുക. അപ്പം 38 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്. ഈ 38 ഇഞ്ചിൽ നിന്ന് ഞാൻ മുകളിൽ 2 ഇഞ്ചിന്റെ പട്ടയാണ് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ 1.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 36.5 ഇഞ്ചില് നമ്മളിവിടെ അടയാളപ്പെടുത്തുക. 1/2 ഇഞ്ച് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഈ താഴ്ഭാഗത്താണല്ലോ നമ്മുടെ കസവ് വരുന്നത്. അപ്പം നമ്മൾ താഴേന്ന് മുകളിലേക്ക് വേണം അളവ് എടുക്കാനായിട്ട്. കറക്റ്റ് 36 വെച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ 36.5 ഇഞ്ചില് മാർക്ക് ചെയ്തിട്ട് ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിന്റെ പട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ എന്താ ഇപ്പൊ ഇങ്ങനെ നീളത്തില് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് 26 ഇഞ്ചായിരുന്നു. അപ്പൊ 26 ഇഞ്ചിന്റെ കൂടെ 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 28 ഇഞ്ചിലാണ് ഈ തുണി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മള് ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ വീതി വന്നിട്ട് 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ 5 ഇഞ്ച്. നമ്മുടെ അരവണ്ണം എന്ന് പറയുന്നത് എവിടെയാണോ ആ കുട്ടി പാവാട ഇടുന്നത് ആ ഭാഗത്തെ വണ്ണം വേണം നമ്മൾ എടുക്കാൻ. കുറച്ച് മുകളിലേക്ക് കയറിയാൽ അത് ലൂസാവും, താഴത്തേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അത് ടൈറ്റ് ആവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് മെഷർ ചെയ്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. പാവാട എവിടെ ഇടുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ വണ്ണാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിതില് പ്ലീറ്റ്സ് എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഈ 2 ഭാഗവും നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് ചെറുതായി മടക്കിയിട്ട് ഇങ്ങനെ 2 സൈഡും അടിച്ചെടുക്കും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമുക്ക് അവിടെ മാറ്റിയിടണം. പിന്നെ അവിടുന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് 2 സൈഡും മാർക്ക് ചെയ്തിട്ടതിന് ശേഷമാണ് നമ്മൾ പ്ലീറ്റ്സിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോ 2 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് ആണ് ഇടുന്നത്. അപ്പൊ ഇതാ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് നല്ല വശത്ത് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. 2 ഇഞ്ചില് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ എല്ലാ പ്ലീറ്റ്സും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ മാർക്ക് ചെയ്യാതെ നമ്മൾ വേഗം എളുപ്പത്തിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും പല വലുപ്പമായിട്ട് നിൽക്കും. ഒരുപോലെ നിൽക്കുമ്പോഴാണ് അതിന് ഭംഗി വരിക. അപ്പൊ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ 2 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്കിനി ഇതിന്റെ 2 സൈഡും നമുക്ക് ഒന്ന് മടക്കി അടിച്ചെടുക്കാം. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അധികം വീതിയൊന്നും വേണ്ട, ചെറിയൊരു വീതിയിൽ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 സൈഡും നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ വീതിയിലാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ വേറെ നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് ഇട്ടിട്ടില്ല, ഇതിലൂടെ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കിനി പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
സെപ്പറേറ്റ് ആക്കി. ഇപ്പോൾ ഇതാ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാനുണ്ടല്ലോ അല്ലേ. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാ കണ്ടോ, ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് നിന്ന് ഇവിടുത്തെ മാർക്ക് ചെയ്ത ഭാഗം ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതിലല്ല, ഇപ്പുറത്തേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആദ്യത്തേലല്ല, രണ്ടാമത്തേലേക്ക്. അത് ശ്രദ്ധിക്കുക. ഇതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലീറ്റ്സ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലീറ്റ് വരുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെയായിരുന്നു ഫസ്റ്റ് നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗം. ഇത് സെക്കൻഡ് ആയിട്ട്, ഇത് തേർഡ്. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് മാർക്ക് ചെയ്ത് ഇവിടെയാണല്ലോ, ഫസ്റ്റ് മാർക്ക് ഈ രണ്ടാമത് മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഇങ്ങനെ മടക്കി പിടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഉള്ളിലേക്ക് വിട്ടിട്ട് മൂന്നാമത്തെ മാർക്കിൻ്റെ അവിടേക്ക് നമ്മളിങ്ങനെ വെച്ചു. കണ്ടോ, ഇപ്പോഴാണ് നമുക്കൊരു ഫ്ലീറ്റ്സ് കിട്ടി. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലീറ്റ്സ് ചെറുതായി പോകും. അതല്ല വേണ്ടത്. ഈ ഫ്ലീറ്റ്സ് ഈ മാർക്ക് ചെയ്തത് വിടണം. ഇത്രയും വീതിയിൽ 2 ഇഞ്ചിലാണ് നമ്മൾ ഫ്ലീറ്റ്സ് എടുത്തു കൊടുക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് 2 ഇഞ്ചിൽ നമ്മുടെ ഫ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടുത്തത് എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഇത് ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ഞാൻ അടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഈ മാർക്ക് ചെയ്തോടത്തുനിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേ ഭാഗം വീണ്ടും ഉള്ളിലേക്ക് കൊടുക്കുക, ഇപ്പുറത്തെ വശത്തേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിയിലേക്ക് പോകണ്ട കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഈ നമ്മൾ മാർക്ക് ചെയ്തോടത്ത് തന്നെ വന്ന് നിൽക്കണം. നമ്മൾ അധികം ഉള്ളിലേക്ക് കളയണ്ട. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ 2 ഇഞ്ച് തന്നെ ഇപ്പുറത്തും കിട്ടും. ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ നമ്മുടെ അളവ് തെറ്റും. ഇങ്ങനെ അടിച്ചു നിർത്താം. അങ്ങനെ നമുക്കിത് മൊത്തമായിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. ഇതുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് എല്ലാം ഒരേ മെഷർമെൻറ്റിൽ 2 ഇഞ്ചിലാണ് നമുക്ക് വീതി വന്നിട്ടുള്ളത്. ഇത് മൊത്തം നമുക്കിങ്ങനെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. ആദ്യം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നുമെങ്കിലും അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അതൊന്ന് ചെയ്താൽ മതി. ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലായിക്കോളും. ഇനി നമുക്കിത് മുഴുവൻ പ്ലീറ്റ്സ് മൊത്തം ഇട്ടിട്ട് കാണിച്ചു തരാം. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമല്ലോ. പിന്നെ അന്നേരം നമ്മുടെ കൈ കൊണ്ട് മെല്ലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അയൺ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇതപ്പോൾ നമ്മളിത് അടിച്ച് തീരാറായി. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ക്ലോത്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഭാഗം ഒന്ന് അളന്ന് നോക്കുകയാണ്. 26 ഇഞ്ചായിരുന്നു നമ്മുടെ വേസ്റ്റ്. അപ്പം ഞാനിത് മടക്കിയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഹാഫ് 13 ഇഞ്ച് ഇതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പട്ടയം കൂടെ അറ്റാച്ച് ചെയ്താൽ നമ്മുടെ പാവാട കഴിഞ്ഞു. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പട്ടയം കൂടെ നമുക്ക് അടിച്ചു പിടിപ്പിക്കാം. പട്ടയുടെ ഒരു ഭാഗം നമ്മൾ 1/2 ഇഞ്ചിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാവാടയ്ക്ക് കസവ് പട്ടയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കസവ് ഭാഗം അങ്ങോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ ഭാഗം നമ്മൾ 1/2 ഇഞ്ച് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം കറക്റ്റ് 5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പട്ട കട്ട് ചെയ്തപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 1 ഇഞ്ച് ഇത് അടിക്കുമ്പോൾ നമ്മൾ ഉൾവശത്തു നിന്നാണ് അടിക്കുന്നത് കേട്ടോ. നല്ല വശത്തല്ല, ഇത് ഉൾവശത്ത് വെച്ചിട്ട് ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെയും നമ്മൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ചിൽ തന്നെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്.
ഒരിക്കലും വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ പട്ടയിൽ ചുളിവ് വീഴും. വലിച്ചു പിടിക്കാതെ നോർമലായിട്ട് തന്നെ അടിച്ചു പോവുക. അടിക്കുമ്പോൾ നമ്മുടെ ഈ ഇതൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ കയറി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ അടിച്ചു പോവുക. ഇതാ ഇങ്ങനെയാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിതിങ്ങനെ ഉള്ളിലേക്ക് പുറത്തേക്ക് തിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഈ ഭാഗം ഇനി നമ്മൾ ഇതാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ഇതാ ഇങ്ങനെ നല്ല വശത്തേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നല്ല വശത്തേക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഈ പ്ലീറ്റ്സ് അടിച്ചേക്കണ അടുപ്പിന്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ ആ അടുപ്പും കാണില്ല, നല്ല ക്ലീൻ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ പട്ട അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ ഇവിടെ ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണല്ലോ, ഈ ഭാഗങ്ങളും കൂടെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ പട്ട അടിച്ചതിൻ്റെ ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ. ഒരു സ്റ്റിച്ചും കൂടെ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇതോടെ നമ്മുടെ പട്ട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പട്ടുപാവാട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കൊളുത്ത് 2 തരത്തിൽ വെക്കാം. ഒന്ന് നമുക്ക് തുണി കൊണ്ട് അടിച്ചിട്ട് വെക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ റെഡിമെയ്ഡ് കൊളുത്തുണ്ടല്ലോ അത് വെച്ച് കൊടുത്താലും മതി. ഇവിടെ വരുമ്പോഴും ഒരു ഡബിൾ ഇത് കൊടുത്തിട്ട് മുകളിലേക്കൊന്ന് അടിച്ച് ഇവിടെ ക്ലോസ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗം ഇവിടെ വേറെ നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ അളവിലൂടെ ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ തന്നെ മുകളിലേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു 4 ഇഞ്ചോളം ഞാൻ ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് കാണാം. ഇത് താഴെ നിന്നാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇവിടുന്ന് പട്ടയുടെ താഴേന്ന് ഒരു 4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 4 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പട്ടുപാവാടയുടെ സ്റ്റിച്ചിങ്. ഇതാണ് നമ്മുടെ പാവാടയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയും കൂടെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.